കേരളത്തിൽ സ്കൂൾ സമയം തീരുമാനിക്കേണ്ടത് ആരാണ്? സർക്കാരോ സമസ്തയോ? സ്കൂൾ സമയം അരമണിക്കൂർ കൂട്ടിയുള്ള തീരുമാനം നിലവിൽ വന്നു കഴിഞ്ഞു. രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് വീതം മാത്രമാണ് കൂട്ടിയത്. ആർക്കും അങ്ങനെ എതിർപ്പ് തോന്നേണ്ടതില്ലാത്ത പോസിറ്റീവായ മാറ്റം. എന്നാൽ സമസ്തയ്ക്ക് അതങ്ങനെ അത്ര പിടിച്ചില്ല. രാവിലെ 9:45 മുതൽ സ്കൂൾ പഠനം എന്നത് പറ്റില്ലെന്നും മതപഠനം നടത്തുന്ന കുട്ടികൾക്ക് ഇത് പ്രയാസമാണെന്നുമാണ് വാദം. വൈകിട്ട് വേണമെങ്കിൽ അരമണിക്കൂർ കൂട്ടിക്കോ, രാവിലെ പറ്റില്ലെന്നാണ് പറയുന്നത്. സ്കൂൾ സമയത്തിനനുസരിച്ച് മതപഠന സമയം മാറ്റിക്കൂടെ എന്ന ചോദ്യത്തിന് പറ്റില്ല എന്നും മറുപടി. വിഷയം തർക്കമായപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായെന്ന് സർക്കാർ അറിയിച്ചു. അപ്പോഴേക്കും സമസ്തയ്ക്ക് വഴങ്ങുന്നു എന്നതായി വാദം. ഇതോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തെളിച്ചു തന്നെ കാര്യം പറഞ്ഞു. മാറ്റിയ സമയം മാറ്റിയതു തന്നെയാണ്. മാറ്റിയ സാഹചര്യം വിശദീകരിക്കുക മാത്രമാണ് ചർച്ചയുടെ ലക്ഷ്യമെന്നും വ്യക്തമാക്കി. സമസ്ത അധ്യക്ഷൻ ഉടൻ തന്നെ ഭീഷണിയുടെ സ്വരത്തിൽ രംഗത്ത് വന്നു. മുസ്ലിം സമുദായത്തെ അവഗണിച്ച് മുന്നോട്ട് പോകാനാവില്ലെന്നും അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്നൊക്കെയാണ് മുന്നറിയിപ്പ്. മതം ഏതുമായിക്കോട്ടെ, മതപഠനം നടത്തേണ്ടവർക്ക് അതാവാം. അതിവിടെ ആരും തടയില്ല. എന്നാൽ ഈ അവകാശത്തിൻ്റെ പേരിൽ വെല്ലുവിളിക്കുന്നത് ശരിയാണോ? മുസ്ലിം സമുദായത്തിൻ്റെ ആകെ കുത്തകാവകാശം സമസ്തയ്ക്കുണ്ടോ? ഓരോ സംഘടനകളായി ഇങ്ങനെ ഓരോരോ മതത്തിൻ്റെ അട്ടിപ്പേരവകാശമുണ്ടെന്ന വാദവുമായി പല കാലങ്ങളിലും പല സംഘടനകളും വന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് വഴങ്ങുന്ന സർക്കാരുകളെയും വഴങ്ങാത്ത സർക്കാരുകളെയും കണ്ടിട്ടുണ്ട്. സ്കൂൾ സമയം തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. അതിന് മതസംഘടനകളുടെ തിട്ടൂരങ്ങൾക്ക് എന്തു കാര്യം?